ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും മഹിളാ സമഗ്ര സൊസൈറ്റിക്ക് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അംഗൻവാടികളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എക്സ്ഡിസ് പ്രോജക്റ്റ് പരിധിയിലുള്ള തഴക്കര പഞ്ചായത്തിൽ അംഗനവാടി ഹെൽപ്പർ തസ്തികയിൽ NC ഒഴിവുകളിൽ തിരഞ്ഞെടുക്കുന്നതിന് പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള മുസ്ലിം, ലാറ്റിൻ, കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 18 മുതൽ 46 വയസ്സ് വരെയാണ്. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 4 വൈകിട്ട് 5 മണിക്ക് മുൻപായി മാവേലിക്കര SDS ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര SDS പ്രോജക്റ്റ് പരിധിയിലുള്ള മാവേലിക്കര തെക്കേക്കര പഞ്ചായത്തിലെ അംഗനവാടി ഹെൽപ്പർ തസ്തികയിൽ NC ഒഴിവുകളിൽ തിരഞ്ഞെടുക്കുന്നതിന് പഞ്ചായത്തിൽ സ്ഥിര താമസമുള്ള മുസ്ലിം, ലാറ്റിൻ, കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 18 മുതൽ 46 വയസ്സ് വരെയാണ്. അപേക്ഷകർ 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. താല്പര്യമുള്ളവർ മാർച്ച് 4 വൈകിട്ട് 5 മണിക്ക് മുൻപായി മാവേലിക്കര SDS ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഉഴവൂർ SDS പ്രോജക്റ്റിന്റെ പരിധിയിൽ വരുന്ന വെളിയന്നൂർ പഞ്ചായത്തിലെ അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിൽ സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അംഗനവാടി വർക്കർ തസ്തികയിലേക്ക് SSLC പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാം. ഹെൽപ്പർ തസ്തികയിലേക്ക് SSLC പാസ്സാകാത്തവർ അപേക്ഷിച്ചാൽ മതി. പ്രായപരിധി 18 മുതൽ 46 വയസ്സ് വരെയാണ്. അപേക്ഷയുടെ മാതൃക പഞ്ചായത്തിലും അംഗനവാടികളിലും ലഭിക്കും. അപേക്ഷകൾ മാർച്ച് 31 വരെ കുറവിലങ്ങാട് കോഴയിലുള്ള SDS കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ്. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിലേക്ക് റെസിഡൻഷ്യൽ ടീച്ചർ, കുക്ക് തസ്തികകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വോക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം മാർച്ച് 7 രാവിലെ 11 മണിക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ വോക്ക്-ഇൻ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. റെസിഡൻഷ്യൽ ടീച്ചർ തസ്തികയ്ക്ക് ബിരുദവും BEdുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. പ്രതിമാസം 11,000 രൂപയാണ് ഓണറേറിയം ലഭിക്കുക. കുക്കിന് മലയാളം എഴുതാനും വായിക്കാനും അറിയണം. 23 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ വേതനം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ രാജ കേശവദാസ് നീന്തൽക്കുളത്തിൽ പമ്പ് ഓപ്പറേഷൻ, ക്ലോറിനേഷൻ എന്നിവയ്ക്കായി പൂൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. വിദ്യാഭ്യാസ യോഗ്യത SSLC പാസ്സായിരിക്കണം. പ്ലാന്റ് ഓപ്പറേഷൻസ്, പൂൾ മാനേജ്മെന്റ്, പൂൾ മെയിൻ്റനൻസ്, പമ്പ് ഓപ്പറേഷൻ, ക്ലോറിനേഷൻ എന്നിവയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. നീന്തൽക്കുളത്തിൽ പൂൾ അസിസ്റ്റന്റ്, പ്ലാന്റ് ഓപ്പറേഷൻ, പൂൾ മാനേജ്മെന്റ്, മെയിൻ്റനൻസ്, ക്ലോറിനേഷൻ എന്നിവയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ മാർച്ച് 5 രാവിലെ 11 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ നിങ്ങളുടെ ബയോഡേറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം നേരിട്ട് ഹാജരാവുക. അടുത്തത് കൊല്ലം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ട്രെയിനിയുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത COPA അല്ലെങ്കിൽ 1 വർഷത്തെ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ടാലി, DTP മലയാളം അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി മാർച്ച് 7 രാവിലെ 10:30 പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ നാഷണൽ ആയുഷ് മിഷൻ കരാർ അടിസ്ഥാനത്തിൽ ആയുർവേദ വനിതാ തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് മാർച്ച് 6 രാവിലെ 10:30 വോക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്.
യോഗ്യത സംസ്ഥാന സർക്കാരിൻ്റെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ്. ശമ്പളം 14,700 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി 2024 ജനുവരി 1 40 വയസ്സ് കവിയരുത്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, യോഗ്യത, അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാഷണൽ ആയുഷ് മിഷൻ്റെ കോഴിക്കോട് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.